ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാലക്കാട് ഒരു പ്രത്യേക സാഹചര്യം ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു വരുന്ന പാലക്കാടിൻ്റെ സ്ഥിതിയിൽ ഒരു മാറ്റം വേണം എന്ന പൊതുചിന്തയായിരുന്നു അത്. ആ മാറ്റം വേണമെന്ന ചിന്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തിപ്പെടുന്നതോടുകൂടി കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നാം കണ്ടത്. ഡോക്ടർ സരിൻ്റെ നിലപാടും സ്ഥാനാർത്ഥിത്വവുമൊക്കെ ആ മാറ്റത്തിൻ്റെ വേഗത വലിയ തോതിൽ ത്വരിതപ്പെടുത്തുന്ന നിലയിൽ നാം കണ്ടു. ഇവിടെ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിനനുസൃതമായി നമ്മുടെ പാലക്കാടും മാറി വരിക എന്നതാണ് ഇന്നത്തെ നിലയിൽ ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കേരളത്തിൻ്റെ കുറച്ചു കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ രണ്ട് സമീപനമാണ് കാണാൻ നമുക്ക് കഴിയുക. ഒന്ന്, നമ്മുടെ നാട് കൂടുതൽ മെച്ചപ്പെടണം, നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാവണം, ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടണം. ഒരു ഭാഗത്ത് നാടിൻ്റെ വികസനം, വേറൊരു ഭാഗത്ത് ജനങ്ങളുടെ ക്ഷേമം. ഈ വികസന കാര്യങ്ങളിൽ ചിലയിടങ്ങളിലെല്ലാം ഒരു പ്രത്യേക നിലപാട് വരാറുണ്ട്. അത് നമ്മുടെ മറ്റു ചില സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചില മഹാനഗരങ്ങൾ അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ നാടും അവിടുത്തെ ജനങ്ങളും വലിയ തോതിൽ പ്രയാസമനുഭവിക്കുന്നവരായിരിക്കും. വികസനം അങ്ങോട്ട് എത്തി നോക്കിയിട്ടുണ്ടാവില്ല. റോഡ് സഞ്ചാരയോഗ്യമായിരിക്കില്ല. ആവശ്യമായ മറ്റ് സൗകര്യങ്ങളുണ്ടാവില്ല. ഇവിടെ ഏതുതരം വികസനം എന്നതിനെക്കുറിച്ച് LDF കൃത്യമായ കാഴ്ചപ്പാടുണ്ടായി. LDF അത് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാത്ത ഒരു ജനവിഭാഗവും ഉണ്ടാകരുത്. അതേപോലെ തന്നെ സർവതല സ്പർശിയായ വികസനം. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശം അനുഭവിക്കണം. വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകരുത്. ഈ ഒരു കാഴ്ചപ്പാടോടെയാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എവിടുന്ന തുടക്കം? 2016
തകർന്നു കിടന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയാൽ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് എല്ലാവർക്കും ഓർമ്മ വരും. തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല. എല്ലാം അതിൻ്റെ ഭാഗമായി നാടിനാവശ്യമായ ഒഴിച്ചുകൂടാത്ത പദ്ധതികൾ പോലും നടപ്പാക്കിയില്ല. പുതിയ ഒരു കാര്യവും കേരളത്തിൽ നടപ്പാകില്ല എന്ന ധാരണ പൊതുവെ ഉണ്ടായി. അപ്പോൾ നാട്ടുകാരെല്ലാം വല്ലാതെ ശപിച്ചു കഴിയുന്ന നില, എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി, ഇനി ഇതിൽ നിന്ന് മോചനമില്ല. ചിലർ വിധിയെ പഠിച്ചു. നമ്മുടെ പ്രസിദ്ധമായ മേഖലകൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്നു തരിപ്പണമായി. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത ശാപവാക്കുകൾ ചൊരിയുന്ന, അങ്ങേയറ്റത്തെ നിരാശയിൽ കഴിയുന്ന ജനങ്ങളുടെ മുന്നിൽ LDF ചില വാഗ്ദാനങ്ങൾ നൽകി. കേരളത്തെ എങ്ങനെ മാറ്റിമറിക്കും, എന്താണ് LDF വന്നാൽ കേരളത്തിൽ ചെയ്യുക, ഈ കാര്യങ്ങൾ നാടിന് മുന്നിൽ LDF അവതരിപ്പിച്ചപ്പോൾ നാടും ജനങ്ങളും അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ആ ശപിക്കപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് കേരളത്തിന് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് 2016 LDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. അധികാരത്തിലേറിയ ഗവൺമെൻറ് എന്തു ചെയ്തു എന്നതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് തന്നെ മാറ്റം ദൃശ്യമായി. നമ്മുടെ നാട് വലിയ നിരാശയിൽ കഴിഞ്ഞിരുന്നവർ നല്ല പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ വരികയുണ്ടായി. അതിൻ്റെ ഫലമായി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നവർ ആ ധാരണ മാറ്റി ഇവിടെ എൻ്റെ നാട്ടിൽ പലതും നടക്കും എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്ഥിതി വന്നു. ആ ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഓരോ വർഷവും ഗവൺമെൻറ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ LDF നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനങ്ങളിൽ എത്ര നടപ്പായി, എത്ര കണ്ട് നടപ്പായി, ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ അറിവിലേക്കായി ഓരോ വർഷവും പ്രസിദ്ധപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെവിടെയും അത്തരമൊരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കാറുണ്ട്. പല വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നൽകാറുണ്ട്. പലരും ആ വാഗ്ദാനങ്ങളെപ്പറ്റി
പിന്നെ ചിന്തിക്കാറേയില്ല. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭരണ നേതാവിനോട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞതായിരുന്നല്ലോ ഇത്, എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ കാര്യമല്ലേ, അതെല്ലാം നടപ്പാക്കാനുള്ളതാണോ എന്തായിരുന്നു മറുപടി. അങ്ങനെയും ഒരു കൂട്ടർ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഇവിടെ തീർത്തും വ്യത്യസ്തമായ നിലയാണ് നാം കണ്ടത്. LDF എന്ത് പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് ഓരോ വർഷവും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവസാനം 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ ഘട്ടത്തിലും ആകെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിൽ 600 വാഗ്ദാനങ്ങളായിരുന്നു LDF 2016 ജനങ്ങളുടെ മുന്നിൽ നൽകിയത്. ആ 600-ൽ വിരലിലെണ്ണാവുന്ന ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കിയ ഒരു സർക്കാരാണ് LDF സർക്കാരെന്ന് ജനങ്ങൾ കണ്ടു. ഇത് അനുഭവത്തിലുള്ള കാര്യമായിരുന്നു. ഓരോ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൃശ്യവുമായിരുന്നു. കാൺകപ്രതിയുള്ള നേരിട്ട് അനുഭവസാക്ഷ്യമായ കാര്യങ്ങൾ. ഇത് ജനങ്ങൾ ഒരു സർക്കാരിനെ എങ്ങനെ വിലയിരുത്തണം എന്നതിന് പുതിയൊരു മാനം നൽകുകയായിരുന്നു. അതിൻ്റെ ഫലം നാം കണ്ടു. കേരളത്തിൽ എല്ലാ കാലത്തും സ്വീകരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലരീതികൾ അത് തിരുത്തിക്കുറിക്കുന്ന കാഴ്ചയാണ് 2021 കണ്ടത്. നമ്മുടെ സംസ്ഥാനം 1980 മുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് ഒരു ടേമിൽ അധികാരത്തിലിരുന്നവർ അടുത്ത ടേമിൽ അധികാരത്തിന് പുറത്താവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇടവിട്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി മുന്നണികൾ അധികാരത്തിൽ വരുന്നൊരു നാട് കേരളം എന്ന നിലയുണ്ടായിരുന്നു. അതിന് മാറ്റം കുറിച്ചതും 2021-ലാണ്. 2021 തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ രീതികളും നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. 2021 നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്താനുള്ള പ്രചരണ രീതികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. സർക്കാർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി LDF നല്ല രീതിയിൽ ജനവിശ്വാസം ആർജിച്ചു നിൽക്കുന്നു. നല്ല തോതിൽ ജനങ്ങളുടെ മതിപ്പ് നേടാൻ കഴിഞ്ഞ അവസ്ഥ, ഇത് മനസ്സിലാക്കിയ UDF-ഉം ഇവിടുത്തെ LDF വിരുദ്ധരായ ആളുകളും എല്ലാ തരത്തിലും സർക്കാരിൻ്റെ സൽപ്പേര് അത് പൂർണ്ണമായും നശിപ്പിക്കണം എന്ന നിലയിൽ ഒരുമ്പെട്ടിറങ്ങി. നശിപ്പിക്കാൻ വസ്തുതകളൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, കള്ളങ്ങൾ മെനയുക.
വ്യാജ കാര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രചരണം അതിൻ്റെ ഭാഗമായി അഴിച്ചുവിടുകയും ചെയ്തു. പക്ഷേ അവിടെ അവർക്ക് നിരാശയാണുണ്ടായത്. ജനങ്ങൾ വേണ്ട രീതിയിൽ അതിനോടൊപ്പം അണിചേരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ കണ്ട വഴി ഇതിനൊരു വിശ്വാസ്യത വരണം. ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത നൽകാനാവണം. തങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണെന്ന് നാട്ടുകാർക്ക് തോന്നാനിടവരരുത്. അതിനുവേണ്ടി ചെയ്ത കാര്യം നമ്മുടെ രാജ്യത്തെ ഭരണകക്ഷിയെ ഇതിൻ്റെ ഭാഗമായി അണിനിരത്തുക. ഭരണകക്ഷി BJP ആണ്. അപ്പോൾ BJPയുടെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം. അതിന് കേരളത്തിലെ BJPയെ സമീപിക്കുന്ന നില ഉണ്ടായി. 2016, 2021 വരെയുള്ള അവസ്ഥ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇരുമയാണെങ്കിലും ഒരു മനസ്സായി പ്രവർത്തിക്കുന്നവരായിരുന്നു കോൺഗ്രസും BJPയും, BJP UDFും. അവര് രണ്ടു കൂട്ടരും LDF സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചു പോയത്. അത് തുടരുമ്പോൾ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ആവശ്യം നിറവേറ്റാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടിക്കാൻ കേരളത്തിലെ BJP കേന്ദ്ര BJPയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസും UDFും ഇവിടുത്തെ BJPയുടെ മുന്നിൽ ഉന്നയിച്ചു. രണ്ടു കൂട്ടരും ഒരേ മനസ്സോടെ അതിന് പ്രവർത്തിച്ചു. ആ ഇടപെടൽ ഫലം കണ്ടു. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് അയച്ചു. ആ അന്വേഷണ ഏജൻസികൾ വലിയ തോതിൽ ഇവിടെ വന്ന് ഇടപെട്ടു. അവരുടെ ദൗത്യം ഒന്ന് മാത്രമായിരുന്നു. ഇവര് പടച്ചുവിട്ട കള്ളങ്ങൾക്ക് വിശ്വാസ്യത പകരുക. പരിഹാസ്യമായ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ വല്ലാതെ പാടുപെട്ടിറങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ ഇതിനാകെ വലിയ തോതിൽ ജനങ്ങളിൽ അഭിപ്രായമുണ്ടാക്കാൻ, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി അണിനിരന്നു. വൻപിച്ച പ്രചരണം. അപ്പോൾ നാടാകെ വല്ലാത്തൊരു അന്തരീക്ഷം. ഈ പ്രചരണം നടത്തിയവർക്കെല്ലാം നല്ല ആത്മവിശ്വാസം. തീർന്നു, കഴിഞ്ഞു, LDFിൻ്റെ കഥ കഴിഞ്ഞു. ഇനി LDFിന് ഇവിടെ ഉയർന്നു വരാൻ കഴിയില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി. തെരഞ്ഞെടുപ്പായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരാൻ കാത്തു നിൽക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുന്നവർ ആലോചിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ആലോചിക്കാൻ ഇവർ പുറപ്പെട്ടു. കാരണം അത്രമാത്രം ഉറപ്പായിരുന്നു അവർക്ക്. ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേരളത്തിൽ സൃഷ്ടിച്ചത്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ ഓരോ പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യാൻ പോയവർ ഈ പ്രചരണം വിശ്വസിച്ചല്ല
വോട്ട് ചെയ്തത്. പോളിംഗ് ബൂത്തിലെത്തി ആ ബട്ടന്റെ മേലെ വിരലമർക്കുന്നത് അവരവരുടെ ജീവിത അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ ബട്ടൺ അമർത്തിയപ്പോൾ സംഭവിച്ചത് എന്താ? LDFന് 99 സീറ്റ് നൽകി നിങ്ങൾ ഭരണത്തിൽ തുറന്നോളൂ എന്ന് ജനങ്ങൾ വിധിയെഴുതി. ഇത് കേരളത്തിന്റെ അതേവരെയുള്ള ചരിത്രം തിരുത്തലായിരുന്നു. 1980 മുതൽ 2021 വരെയുള്ള ചരിത്രം 2021 അങ്ങ് തിരുത്തുകയാണ്. ഇതാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞപ്പോ കടുത്ത വൈരാഗ്യം, ഒരുതരം പകയോടെയുള്ള സമീപനം, ഇതാണ് LDFനോട് കേരളത്തിലെ UDFും BJPയും സ്വീകരിച്ചു വരുന്നത്. എല്ലാ കാര്യത്തിലും ഈ പകയും വിദ്വേഷവും കാണാൻ നമുക്ക് കഴിയും. ഇവിടെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കാര്യങ്ങൾ ചുവരുമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നിലപാടുകൾ സാധാരണഗതിയിൽ നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അങ്ങേയറ്റത്തെ അവഗണന കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ നാടിൻ്റെ ഇത്തരമൊരു ദുരന്തഘട്ടത്തിൽ പോലും ആ പക, ആ വിദ്വേഷം മുളച്ചു നിൽക്കുന്നു എന്നതാണ് കാണേണ്ടത്. ഇത് നേരത്തെയും ഉണ്ടായതാണ്. കഴിഞ്ഞ ഒട്ടേറെ ദുരന്തങ്ങൾ നാം നേരിട്ടപ്പോൾ നമുക്ക് അർഹമായ സഹായം നൽകുന്നതിന് ഈ കൂട്ടർ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ് സഹായം നിഷേധിക്കാൻ തയ്യാറായി എന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ്. അന്ന് അത്തരം നിഷേധങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ ആ നിഷേധിച്ച സമീപനത്തോടൊപ്പം കേന്ദ്ര BJP ഗവൺമെൻറ് സ്വീകരിച്ച സമീപനത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും കാണാൻ നമുക്ക് കഴിഞ്ഞത്. അങ്ങനെയൊരു വിധിവൈപരീത്യവും ആ ഘട്ടത്തിലുണ്ടായി. നമ്മുടെ നാടിനെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവർ നാടിന് സഹായം നൽകാതെ നാടിനെ തകർക്കുന്ന സമീപനം. പക്ഷേ നമ്മുടെ നാട് അതിനൊട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ നാടും ജനങ്ങളും ലോകം അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. കാരണം 2018 മഹാപ്രളയത്തിൽ തകർന്നടിഞ്ഞു പോവുകയാണ്. സഹായം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നത് പുനരുദ്ധരിക്കപ്പെട്ട കേരളത്തെയാണ്. എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്ന് ലോകം തന്നെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. എന്താ അതിന് കാരണം? നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും. ഈ പറയുന്ന മറ്റ് നിലപാടുകളൊന്നും ജനങ്ങളെ പൊതുവിൽ ബാധിച്ചില്ല. ഒരുമയും ഐക്യവും നിലനിർത്തുന്ന ജനങ്ങളും നാടും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കെൽപ്പ് നേടും എന്നതാണ് ഇതിലൂടെ ലോകത്തിന് മുന്നിൽ നാം തെളിയിച്ചത്. ആ നാട് ഇപ്പോൾ ഉണ്ടായ വലിയ ദുരന്തത്തിൽ
ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ഈ അങ്ങേയറ്റ നിഷേധാത്മക നിലപാട് സ്വീകരിച്ച ഈ ഘട്ടത്തിലും വീണ്ടും സംസ്ഥാനത്തെ ഗവൺമെന്റ് എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിക്കും. ഈ സഹായം നൽകണം എന്നത് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല, അവകാശത്തിൻ്റെ പ്രശ്നമാണ്. നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമായുള്ളതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും. എന്നാൽ ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇനി ഈ ഒരു സഹായവും നൽകിയില്ല എന്നൊരു സമീപനമെടുത്താൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. ആ പാവങ്ങളെ, ഹതഭാഗ്യരെ അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ സ്ഥലം എടുക്കുകയാണ്. കൃത്യമായി അവിടെ നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുകയാണ്. അതിന് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച തരത്തിലുള്ള ആധുനിക രീതിയിലൊരു ടൗൺഷിപ്പ് അവിടെ രൂപം കൊള്ളും. മാതൃകാപരമായ പുനരധിവാസവും നടക്കും. വെറും താമസ സ്ഥലം മാത്രമായിരിക്കില്ല, ഒരു സമൂഹത്തെ ആകെ പുനരധിവസിപ്പിക്കുകയാണ്. ആ സമൂഹത്തിന് വേണ്ട പൊതുവായ കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ടാകും. അതെല്ലാം ഉറപ്പുവരുത്തുന്ന നിലപാടാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ നാടും ജനങ്ങളും വലിയ തോതിൽ പിന്തുണ നൽകാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പിന്തുണയാകെ സമാഹരിക്കാനും നടപടികൾ സ്വീകരിക്കും. എല്ലാ നടപടികളും വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറകോട്ടടിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ടതായിട്ടില്ല. പക്ഷേ നാടിൻ്റെ ദുരന്തത്തോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ആ കാര്യത്തിൽ നാം സ്വീകരിക്കാൻ പോകുന്ന സമീപനം. നമ്മളിപ്പോൾ 2016 മുതൽ ഇതേവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ആ ശപിക്കപ്പെട്ട നാളുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. കടുത്ത നിരാശ ആളുകളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ നാടായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നാൽ മതിയോ? ഇവിടെ ഇനിയും നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക ലോകത്ത് ലോകം സമ്പാദിക്കുന്ന ഒട്ടേറെ വിജ്ഞാനങ്ങളുണ്ട്. ആ വിവിധ വിജ്ഞാന ശാഖകളാകെ നമുക്ക് ശരിയായ രീതിയിൽ സ്വാംശീകരിക്കാനാവണം. അങ്ങനെ നമ്മുടെ കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകുന്നത്. പക്ഷേ ഒരു നാടിൻ്റെ മാറ്റം അവിടുത്തെ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഒരുക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ 2016 വിദ്യാഭ്യാസ മേഖല നേരിട്ട ദുരന്തം ചെറുതായിരുന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. ഒരുപാട് സ്കൂളുകളായിരുന്നു അടഞ്ഞു പോകുന്നത്. സ്കൂളുകൾ വലിയ തോതിൽ അടഞ്ഞു പോകുമായിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി അതെല്ലാം മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖല എടുത്താൽ കേരളം നമ്പർ 1 എന്ന് ആര് പറയുന്നു? നീതി ആയോഗ് പറയുന്നു.
അതാണ് വസ്തുത. ആ നിലയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ നടപടികൾ നാം സ്വീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള പുരോഗതി വരുന്നു. 2016 അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ, LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ ആകെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്താൽ ഒരു 100-ന് അപ്പുറത്തുള്ള നമ്പറിലായിരുന്നു. 100-ന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്താണ് വന്ന മാറ്റമെന്ന് കാണിക്കാനാണ് ഞാനിത് പറയുന്നത്. അതിൽ നല്ല ഇടപെടൽ പൊതുവെ ഉണ്ടായി. അതിൽ എന്താണ് നാം ലക്ഷ്യം വെക്കുന്നത് എന്നത് പരസ്യമായി പ്രഖ്യാപിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുക, ഇതാണ് നാം ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നമുക്ക് സ്വപ്നം കാണാൻ നേരത്തെ കഴിയാതിരുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്ന NAC അക്രഡിറ്റേഷനിൽ നമ്മുടെ 8 യൂണിവേഴ്സിറ്റികൾ വന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കോളേജുകൾ നല്ല രീതിയിലുള്ള സ്ഥാനം കരസ്ഥമാക്കുന്നു. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും A++ നേടിയിരിക്കുന്നു. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയും കാലടി യൂണിവേഴ്സിറ്റിയും A+ നേടിയിരിക്കുന്നു. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ ഒരു പട്ടികയായി അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന രീതിയുണ്ട്. അതിന് ആ ഗ്രേഡിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 8ാം ഗ്രേഡിൽ നിൽക്കുന്നു, 9ാം ഗ്രേഡിൽ നിൽക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10ാം ഗ്രേഡിൽ നിൽക്കുന്നു. ഗാന്ധിജി യൂണിവേഴ്സിറ്റി 11ാം ഗ്രേഡിൽ നിൽക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ൽ നിൽക്കുന്നു. ഇതൊന്നും നേരത്തെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തമായ 100 കോളേജുകൾ, ആ 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. ആ 16-ൽ 4 എണ്ണം സർക്കാർ കോളേജുകളാണ്. ആ 4-ൽ 1 നിങ്ങളുടേതാണ്, ഇവിടുത്തെ വിക്ടോറിയ കോളേജാണ്. മാറ്റം എങ്ങനെയൊക്കെ വരുന്നു എന്നാണ് നാം കാണേണ്ടത്. രാജ്യത്തെ 300 പ്രധാന കോളേജുകൾ എടുത്താൽ അവയിൽ 4-ൽ 1 കേരളത്തിൽ നിന്നുള്ളവയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറിയിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ഭാഗമായി വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം ഈ അക്കാദമിക് മികവ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരാനും പഠിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഹോസ്റ്റലുകൾ അതിനനുസരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ളതായി മാറണം. നമ്മുടെ ലൈബ്രറികൾ, നമ്മുടെ കോളേജ് ലാബുകൾ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം അതനുസരിച്ച് മാറുന്നു. വലിയ മാറ്റം ഈ രംഗത്തുണ്ടാകുന്നു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഈ മാറ്റം നമ്മുടെ നാടിൻ്റെ പൊതുവായ മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. LDF 2016-ൽ അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ ഇത്തരം ഒരു സംഭവം നടക്കുമായിരുന്നോ? ഇവിടെയാണ് കേരളത്തിൻ്റെ മറ്റൊരു രംഗം നാം നോക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക രംഗം. എത്ര വലിയ പുരോഗതി! ഇന്ത്യ ഒരു മഹാരാജ്യം. ആ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേത്, കേരളത്തിൻ്റേത്, ഈ കേരളത്തിന് മാത്രം അവകാശപ്പെട്ടത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്ത് നമ്മുടേത്, നമുക്ക് മാത്രം അവകാശപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനം പലപ്പോഴും പലതരത്തിലുള്ള വൈറസുകൾ
നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി വരികയാണ്. പലവിധ സാംക്രമിക രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിനെ ബാധിക്കാറുണ്ട്. ആ കാര്യത്തിൽ നാം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അത് കേരളത്തിലാണ് സ്ഥാപിച്ചതെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മാറാൻ പോകുന്നത്. ലോകത്ത് തന്നെ അംഗീകാരം നേടത്തക്ക രീതിയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദ രംഗം, കേരളത്തിൻ്റെ ആയുർവേദ മേഖല വളരെ പ്രസിദ്ധമാണ്. ആ രംഗത്ത് പുതിയൊരു സ്ഥാപനം ഗവേഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ആരംഭിക്കുന്നു. കേരളം മാറുകയാണ്. വലിയ മാറ്റം. വിവിധ രീതിയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ, 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ 10 ഇപ്പൊ തന്നെ സ്ഥാപിതമായി കഴിഞ്ഞു. വിവിധ മേഖലയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. നമ്മുടെ പ്രഖ്യാപനം ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക, അത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാകുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയറിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഹാർഡ്വെയർ നിർമ്മാണത്തിലേക്കും നാം ശക്തമായി കടക്കുന്നു. നമുക്ക് സോളാർ പാനൽ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലിഥിയം ബാറ്ററി ഇവിടെ നല്ല രീതിയിൽ ആരംഭിക്കുകയാണ്, നിർമ്മാണം ആരംഭിക്കുകയാണ്. ഇങ്ങനെ പുതിയ മാനത്തിലേക്ക് കേരളം മാറുന്നു. വ്യാവസായിക മേഖല, കേരളത്തിൻ്റെ വ്യാവസായിക മേഖല അത് രക്ഷയില്ലാത്ത ഒന്നാണ്. ഇവിടെ ഒരു വ്യവസായവും വരില്ല എന്ന് കണക്കാക്കിയവരായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ. പല തെറ്റായ പ്രചാരവേലകളും ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ മേഖലയിലെ നിക്ഷേപ സൗഹൃദ നില മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചു. ബോധപൂർവമുള്ള നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി വലിയ ഇടപെടൽ, നിയമങ്ങൾ ഭേദഗതി ചെയ്യൽ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യൽ, ഒരുപാട് മറ്റു നടപടികൾ എല്ലാം ഉണ്ടായി. അവസാനം അതിൻ്റെ ഫലം വന്നു. ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലക്ക് നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ വലിയ തോതിൽ IT മേഖലയുടെ വികസനം ആഗ്രഹിക്കുന്നവരാണ്. IT-യുടെ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. വലിയ വികസനം IT മേഖലയിൽ നടക്കുന്നു. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ യുവജനങ്ങളുടെ പൊതുവായ ചിന്തക്കനുസരിച്ച് വളരുന്ന, ഉയരുന്ന ഒരു നാടായി കേരളം മാറുകയാണ്. ആ മാറ്റത്തോടൊപ്പം പാലക്കാടും വേണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ മാറ്റത്തോടൊപ്പം അണിചേരാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് LDF ഈ തവണ ഇവിടെ നിർത്തിയിരിക്കുന്നത്. LDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പാലക്കാടിന്റെ പ്രതിനിധിയായി ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ അയക്കുക, അങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷം ഡോക്ടർ സരിന് നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.